നമസ്കാരം. പ്രധാന വാർത്തകൾ. ചേർത്തലയിൽ ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച. KSRTCക്കും കാളികുളം KMCN സ്റ്റുഡിയോ കോംപ്ലക്സ് ജംഗ്ഷനും ഇടയിലുള്ള റോഡ് സൈഡിലെ പൈപ്പാണ് പൊട്ടിയത്. JCB ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയതെന്ന വിവരം. ഉഗ്രശബ്ദത്തോടെ ഗ്യാസ് പുറത്തേക്ക് ചീറ്റുകയായിരുന്നു. MK സാനുവിന്റെ കാവ്യസങ്കല്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മുൻമന്ത്രി G. സുധാകരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്തിൽ കോളറ സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ചേർത്തലയിൽ ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച. KSRTCക്കും കാളികുളത്ത് KMCN സ്റ്റുഡിയോ കോംപ്ലക്സിനും ഇടയിലെ റോഡ് സൈഡിലാണ് പൈപ്പ് പൊട്ടിയത്. JCB ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് പൊട്ടിയതെന്ന വിവരം. ഉഗ്രശബ്ദത്തോടെ ഗ്യാസ് പുറത്തേക്ക് ചീറ്റുകയായിരുന്നു. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിനും കാളികുളം KMCN സ്റ്റുഡിയോ കോംപ്ലക്സ് ജംഗ്ഷനും ഇടയിലാണ് പാചകവാതക പൈപ്പ് ലൈൻ പൊട്ടിയത്. JCB ഉപയോഗിച്ച് റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിച്ചോർന്നത് എന്നാണ് സൂചന. ഉഗ്രശബ്ദത്തോടെയാണ് ഗ്യാസ് ലീക്ക് ചെയ്തത്. ശബ്ദം കേട്ട പ്രദേശവാസികൾ പരിഭ്രാന്തരായി. പരിസര പ്രദേശങ്ങളിൽ ഗ്യാസിന്റെ മണം വ്യാപിച്ചു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം കുറച്ചുനേരം തടസ്സപ്പെട്ടു. ചേർത്തലയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. KMCN ചേർത്തല. MK സാനുവിന്റെ കാവ്യസങ്കല്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മുൻമന്ത്രി G. സുധാകരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. MK സാനുമാഷ് രചിച്ച് ഓപ്പൺ ഡോർ മീഡിയ പ്രസിദ്ധീകരിച്ച കുമാരനാശന്റെ കാവ്യസങ്കല്പം എന്ന പുസ്തകം മുൻമന്ത്രി G. സുധാകരൻ പ്രകാശനം ചെയ്തു. കുമാരനാശന്റെ അടക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭാഷയുടെ പരിമിതി കാരണമെന്ന് നമ്മൾ മാത്രമേ അറിയുള്ളൂ. പ്രൊഫസർ MK സാനുമാഷ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ, മറ്റൊരാളില്ലാത്ത വിധം അത്രമാത്രം സമാനതയില്ലാത്ത സാഹിത്യ വിമർശകനും ചിന്തകനും സാമൂഹിക വിമർശകനുമാണ്. സുകുമാരനരിക്കോടും MK സാനുമാഷുമാണ് കഴിഞ്ഞ ഒരു 50 വർഷത്തിൽ കുറയാതെ കേരള സംസ്ഥാനത്തെ പ്രബുദ്ധരാക്കിയിരുന്ന രണ്ട് മഹാ സാഹിത്യ തേജസ്സുകളെന്ന് പറയുന്നു. അത് സാനുമാഷ് അഴീക്കോട് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ പ്രായാധിക്യം മൂലം പല പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും സാനുമാഷ് ഇപ്പോഴും പല പൊതുവേദികളിലും വന്ന് സംസാരിക്കാറുണ്ട്. 4 മാസം മുമ്പ് മുഹമ്മയിലൊരു പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം ഞാനും പോയിരുന്നു. ഏതായാലും എനിക്ക് വളരെ ദീർഘകാലത്തെ അടുത്ത പരിചയമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് സാനുമാഷ്. ഓപ്പൺ ഡോർ പബ്ലിക്കേഷൻ MD K. ടെൻസിംഗ് അധ്യക്ഷത വഹിച്ചു. പ്രവാസി ലീഗൽ സെല്ലിന്റെ ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് TN കൃഷ്ണകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. പ്രവാസി ലീഗൽ സെൽ അബുദാബി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ജയപാൽ ചന്ദ്രസേനൻ മുഖ്യപ്രഭാഷണം നടത്തി. വേൾഡ് മലയാളി കോൺഫെഡറേഷൻ പ്രസിഡന്റ് P. പത്മകുമാർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PP ബൈജു, അമ്പലപ്പുഴ C. രാധാകൃഷ്ണൻ, ആലപ്പുഴ ലയൺസ് ക്ലബ് പ്രതിനിധി മനോജ്, സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ രാജു പള്ളിപ്പറമ്പിൽ, കേരള സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ME ഉത്തമക്കുറുപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്തിൽ കോളറ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഉപയോഗിക്കാതിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കുക. സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പാക്കുക. തലവടി ഗ്രാമപഞ്ചായത്ത് കോളറ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പരിശോധിച്ചു. അവിടെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 26-27 വീടുകൾ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ മുഴുവൻ വാർഡുകളും ക്ലോറിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15 വാർഡുകൾ, പഞ്ചായത്തിലെ 15 വാർഡുകൾ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാട്ടർ സോഴ്സുകൾ മുഴുവൻ, കുടിവെള്ള സോഴ്സുകൾ മുഴുവൻ ക്ലോറിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും എത്തിയെന്ന് വിചാരിക്കുന്നു. എല്ലാ വാർഡുകളിലും, അതായത് റോഡ് ഉള്ള വാർഡുകളിലൊക്കെ നമ്മൾ പോകാൻ പറഞ്ഞിരുന്നത് വരും കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, വരും. അതെല്ലാ വാർഡുകളിലും പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോട്ടീസ് വിതരണത്തിനായിട്ട് ഇന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, ബിറ്റ് നോട്ടീസ് കിട്ടും. അപ്പോൾ അതിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും അത് എത്തിക്കും. എല്ലാ വാർഡുകളിലും നിങ്ങളൊന്ന് സജീവമായിട്ട് ആക്റ്റീവായിട്ട് നിങ്ങൾ ആക്റ്റീവാണ്.
നമ്മളൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ നാടിന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ എല്ലാം നമുക്ക് തൽക്കാലം മാറ്റിവെച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കാം. എല്ലാവരും കൂടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയണം. കൃത്യമായി നമുക്കിത് പ്രതിരോധിക്കാൻ കഴിയണേ. വളരെ ആണെങ്കിൽ ആവാതിരിക്കട്ടെ എന്ന് ആശിക്കുകയാണ്. മിക്കവാറും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ തീർച്ചയായും പേഷ്യന്റ് മറ്റു അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇത്ര ക്രിറ്റിക്കലാണ്, ഐസിയുയിലാണ് പേഷ്യന്റ്. പക്ഷെ ഇതിന്റെ ലക്ഷണം കൂടെ കാണുന്നതുകൊണ്ട് മുഴുവൻ നമ്മൾ കൊളറാണെന്നുള്ള വാർത്ത പ്രചരിച്ചു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോർജി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി റെജി KR, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ഉഷ വിക്രമൻ എന്നിവർ പങ്കെടുത്തു. വാർഡ് തലത്തിൽ അടിയന്തരമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് തീരുമാനിച്ചു. ലഭ്യമായ ജലസ്രോതസ്സുകളിലെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും തീരുമാനിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് തലവടി ആതിര കോംപ്ലക്സിൽ ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന PV തങ്കപ്പൻ ഓർമ്മയായിട്ട് 17 വർഷം. മാരാരിക്കുളത്ത് CPIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. മാരാരിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്ര ശക്തമായി മുമ്പോട്ട് പോയ കാലഘട്ടം വേറെയില്ല. നിങ്ങൾക്കറിയാം, 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രയായത്. ഒരുപാട് പേർ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങി ജയിൽവാസം അനുഭവിച്ചു. അങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽവാസം അനുഭവിക്കാൻ വിധേയമായിട്ടുള്ളവർ മാപ്പെഴുതി കൊടുത്ത ബ്രിട്ടീഷുകാർക്ക്, ഞങ്ങൾ ഇനി ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്യില്ല, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഞങ്ങൾ പങ്കാളികളാകില്ല എന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നവർ, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്തവർ ഇന്ന് രാജ്യം ഭരിക്കുന്നു. അവർ ഇന്ന് ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് നമുക്ക് രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അനിവാര്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു എങ്കിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം വർഗീയ ഫാസിസം ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാനായിരിക്കണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ മതനിരപേക്ഷ രാജ്യമാണ്. ഇന്ത്യ മതേതരത്വ രാജ്യമാണ്. ഇന്ത്യ മതസാഹോദര്യം പുലർത്തുന്ന രാജ്യമാണ്. ഇന്ത്യ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്ത് അതാണ്. ഡോക്ടർ BR അംബേദ്കർ 1950 രാജ്യത്ത് ഭരണഘടന സമർപ്പിച്ച് രാജ്യം റിപ്പബ്ലിക് ആയപ്പോൾ ആ ഭരണഘടനയുടെ ആമുഖം, അതിന്റെ പ്രിയാമ്പിൾ പറയുന്നുണ്ട്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതനിരപേക്ഷത, നീതി. മാരാരിക്കുളം കണിച്ചുകുളങ്ങര പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും മുഹമ്മദ് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ, മാരാരിക്കുളം മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. മുഹമ്മദ് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP കലാധരൻ അധ്യക്ഷത വഹിച്ചു. പാതിവഴിയിലായ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് കരുതൽ കാരുണ്യ പ്രവർത്തക സംഘം. കാക്കാഴം സ്വദേശിയായ സാജുവിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പാതി വഴിയിൽ കിടന്ന വീട് കരുതലിന്റെ തണലിൽ പൂർത്തിയായതോടെ സജുവിനും കുടുംബത്തിനും തലചായ്ക്കാൻ ഇടമായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 2-ാം വാർഡ് കാക്കാഴം കിഴക്ക് കൃഷ്ണകൃപയിൽ സജു ഷീന ദമ്പതികളുടെ വീടെന്ന സ്വപ്നമാണ് പൂവണിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച 4 ലക്ഷം രൂപ കൊണ്ട് വീട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇത് പാതി വഴിയിലാകുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു രോഗിക്ക് മരുന്നുമായി ഇവിടെ എത്തിയ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി K ഡേവിഡിന്റെ ശ്രദ്ധയിൽ ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി പെട്ടത്. ഞങ്ങൾ കാക്കാഴം അമ്പലപ്പുഴയാണ്. കരുതൽ ചൂട് കൂട്ടായ്മയുടെ 82ാമത്തെ വീടാണ്. 82ാമത്തെ വീട് പരിപൂർണ്ണമായി കരുതൽ ചൂട് കൂട്ടായ്മ ചെയ്തു കൊടുത്ത വീടല്ല, ലൈഫ് പദ്ധതിയിലുള്ള വീടായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ അധ്വാനം കൊണ്ട് പൂർത്തീകരിച്ച വീടാണ്. ഈ പറഞ്ഞ പോലെ വണ്ടി സാധനങ്ങളൊന്നും ചെല്ലാത്ത തോടിന്റെ സൈഡിലുള്ള ഒരു വീട്. അദ്ദേഹത്തിന്റെ വലിയ മേശരിയായിരുന്നു. അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ടാണ് ഗവൺമെന്റിന് കിട്ടിയ 4 ലക്ഷം രൂപ കൊണ്ട് ആ വീട് വാർത്തിട്ടു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. ആ മനുഷ്യന്റെ ആ ഒരു നിശ്ചയദാർഢ്യവും കിട്ടുന്ന പൈസ ഷാപ്പിലും മറ്റുള്ള സ്ഥലങ്ങളൊന്നും നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വീട് മോടെ മരുന്ന് കൊടുക്കാൻ വേണ്ടി സജിത പറഞ്ഞപ്പോൾ, സജിതയുടെ മോനാണിത്, ഈ സജിതയുടെ മോനാണ് എന്നെ അമ്പലപ്പുഴ ഈ പ്രദേശത്ത് എത്തിക്കാറുക. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഭിന്നശേഷിയിൽപ്പെട്ടാണ്. ഇപ്പോൾ വർഷം എടുക്കലായി. ആ കുഞ്ഞാണോട് എന്നോട് എത്തിക്കാൻ കാരണം. അപ്പോൾ ഈ വീട് ഇത്ര രസകരമായിട്ട് ഈ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചു.
അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. തുടർന്ന് കരുതലിന്റെ കൈത്താങ്ങലിൽ ശേഷിച്ച നിർമ്മാണവും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഗൃഹപ്രവേശം നടത്തി. +2-നും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളാണ് ഇവർക്കുള്ളത്. തങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഷാജി കെ ഡേവിഡിന്റെ ചിത്രം കലാകാരൻ കൂടിയായ മകൻ വരച്ചു കൈമാറി. വിലയുള്ള സമ്മാനം വാങ്ങുന്നത് പോലാണ് വിഷ്ണുവിൽ നിന്നും ഒറ്റ ദിവസം വരച്ചാണ്. ഇപ്പോൾ 2 പഠിക്കുന്ന മോളുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2 കുഞ്ഞുങ്ങളുടെ മിടുക്കരായ 2 കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ കണ്ണു തെളിഞ്ഞ്, പഴയ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കണ്ണു തെളിഞ്ഞാൽ ഈ കുടുംബത്തിന് ചിത്രമൊക്കെ മാറും. അങ്ങനെ അവരുടെ ആരോഗ്യത്തിനും പഠനത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. തലയോലപ്പറമ്പ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് നൽകിയ OBT കരാറിൽ അഴിമതി നടന്നുവെന്ന് UDF ആരോപിച്ചിരുന്നു. ഇത് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അംഗങ്ങൾ നൽകിയ പ്രമേയത്തിന് അവതരണ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചു. പഞ്ചായത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന BOT കരാറിൽ നിന്നും പിന്മാറി അടിയന്തരമായി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് UDF ആവശ്യം. ഇതിലുണ്ടാക്കിയ കരാറ്, ആ കരാറിന്റെ പേരിൽ നടന്നിട്ടുള്ള അഴിമതി എത്രയോ കോടിക്കണക്കിന് രൂപയാണ്, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ഭൂമിയുടെ കച്ചവടത്തിലൂടെ BOT കരാറിലൂടെ ഈ പഞ്ചായത്ത് നടത്തിയിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയുടെ ദുരന്തമാണ് നമ്മൾ ഓരോരുത്തരും ഈ നാട്ടിലൂടെ കടന്നു വരുന്ന ഓരോ മനുഷ്യനും എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് ഇത്രയും സൗകര്യമുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഇതുപോലൊരു ബസ് സ്റ്റാൻഡും ഇതുപോലൊരു സൗകര്യവും ഉണ്ടാക്കാൻ എത്രയോ മനോഹരമായി ഇവിടെ ഉണ്ടാക്കാമായിരുന്നു. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മുടെ മുന്നിലൂടെ ഉള്ള റോഡ് 2 വണ്ടി കടന്നു പോരുമ്പോ ഇവിടെ ജനങ്ങളെ മുട്ടുന്ന, ഇവിടെ യാത്രക്കാർക്ക് കാൽനടയായി പോരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അത്ര പോലും വീതിയില്ലാത്തൊരു റോഡുണ്ടാക്കി അതിൽ വിട്ടിരിക്കുന്ന ആ തറ പൊളിഞ്ഞ് കുഴിയായി എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പാർലമെന്ററി പാർട്ടി ലീഡർ ജോസ് വേലിക്കകത്തിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF തലയോലപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MK ഷിബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KD ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോയ് കൊച്ചാനപ്പറമ്പിൽ, ഷിഹാബ് വരവുകാല, സജിമോൻ വർഗീസ്, അബ്ദുൽ സത്താർ, ജോസ് വേലിക്കകം, VD ജെയിംസ്, വിജയമ്മ ബാബു, ജോൺ തറപ്പേൽ, അനിത സുഭാഷ്, നിസാർ വരവുകാല, സേതുലക്ഷ്മി, M അനിൽകുമാർ, PM മക്കാർ, KK രാജു, VJ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീകളടക്കം പല ജില്ലകളിൽ നിന്ന് വരുന്നവരാണ് ഈ സ്റ്റാൻഡിലൂടെ പോകുന്നത്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലൂടെ പോകുന്ന സ്ത്രീകളടക്കം ഇവിടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഒരു വ്യക്തമായ, ഇവിടെ ഒരു നല്ല ഒരു ശുചിമുറി പോലും ഈ പഞ്ചായത്തിൽ ഈ ബസ് സ്റ്റാൻഡിനടുത്ത് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നാണക്കേട് തന്നെയാണ് ഈ തലയോലപ്പറമ്പ് നിവാസികൾക്ക്. ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്തിനെ പറ്റി പറഞ്ഞതാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേറിയപ്പോഴും പഴയ പഞ്ചായത്തിൽ വെച്ച് കമ്മിറ്റി കൂടിയപ്പോഴത്തേക്കും ഇവിടെ ഒരു പൊതു ശുചിമുറി വേണമെന്നുള്ള ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷെ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അന്നേരം ഈ ഭരണസമിതിയിൽ നിന്ന് അംഗങ്ങൾ പറഞ്ഞെന്താണ്, ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞത് BOTയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ശുചിമുറിയുണ്ട്, ആ ശുചിമുറിയിൽ അവിടെ പേ ആൻഡ് യൂസ് ആണ്, അപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ആയിക്കോട്ടെ, അവിടെ കയറുന്നവർ അവിടെ കയറിക്കോളും. പക്ഷെ ഒരു വനിതകള് CPIM നേതാവായിരുന്ന അമ്പലപ്പുഴ പുതുവൽ കോമനയിൽ അന്തരിച്ച R രാജേഷിന് വീട് നിർമ്മിച്ചു നൽകി. മന്ത്രി സജി ചെറിയാൻ താക്കോൽ കൈമാറി. CPIM ആലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന അമ്പലപ്പുഴ പുതുവൽ കോമനയിൽ അന്തരിച്ച R രാജേഷിന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ മന്ത്രി സജി ചെറിയാൻ കൈമാറി. ഈ കേരളത്തിലെ CPMന്റെ 2500 ലോക്കൽ കമ്മിറ്റികൾ 2500 വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിൽ 90% വീടുകളും പൂർത്തീകരിച്ച് താക്കോൽ കൊടുത്തു എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ LC സെക്രട്ടറി അരുൺ പറഞ്ഞത് ഞങ്ങൾ പണിയുന്ന 2ാമത്തെ വീടാണ്. ഇതാണ് കേരളത്തിലെ CPM എന്ന് പറഞ്ഞൊരു മാതൃക. മറ്റൊരു പാർട്ടിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഞങ്ങൾ 1000 വീട് വെച്ച് കൊടുക്കുമെന്ന് പറയാം, പക്ഷെ വീട് വെച്ച് കൊടുത്ത് നടത്തില്ല.
2500 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2400 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2400 വീടുകൾ വെച്ച് കൊടുക്കാൻ തയ്യാറായ ഒരു പാർട്ടി, ജനങ്ങളുടെ പാർട്ടി എന്ന നിലയിൽ ഇന്നും കേരളത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാരണം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് മാത്രമാണ്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയ സർക്കാരാണിത്. പിണറായി വിജയൻ സർക്കാരിന് തുടക്കം കുറിച്ച ലൈഫ് മിഷൻ പദ്ധതി 4.65 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി താക്കോൽ കൈമാറി. 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിൽ ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ 5.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. ഇതിനു പുറമെ സംസ്ഥാനത്ത് ആകമാനമുള്ള CPIMന്റെ 2500 ലോക്കൽ കമ്മിറ്റികൾ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ പൂർത്തീകരിച്ച 2400 വീടുകളുടെ താക്കോലും കൈമാറി. ഇത്തരം കാര്യങ്ങൾക്ക് പല രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്തുകയാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതാണ് CPIMന്റെ മാതൃകയെന്നും സജി ചെറിയാൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തലയിൽ ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച. KSRTCക്കും കാളികുളം KMCN സ്റ്റുഡിയോ കോംപ്ലക്സ് ജംഗ്ഷനും ഇടയിലുള്ള റോഡ് സൈഡിലെ പൈപ്പാണ് പൊട്ടിയത്. JCB ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയതെന്ന വിവരം. ഉഗ്രശബ്ദത്തോടെ ഗ്യാസ് പുറത്തേക്ക് ചീറ്റുകയായിരുന്നു. MK സാനുവിന്റെ കാവ്യസങ്കല്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മുൻമന്ത്രി G സുധാകരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്തിൽ കോളറ സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.